ഇവിടെ കാണുന്നത് പോലുള്ള വൃത്തത്തിന്റെ ചുറ്റളവുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ ഇത് മൊബൈൽ ഫോണിലാണ് ചെയ്തത്. ഒരു പുതിയ ഫയൽ എടുക്കുക. എന്നിട്ട് ജിയോജിബ്ര ആക്സസുകൾ ഇങ്ങനെ തൽക്കാലം ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ശേഷം ഒരു സ്ലൈഡർ ഉണ്ടാക്കുക. സ്ലൈഡർ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് മിനിമം വാല്യൂ ആയിട്ട് 0 കൊടുക്കാം. എന്നാൽ ഞാനിവിടെ 0.1 എന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. 0 കൊടുത്താൽ കുഴപ്പമില്ല. മാക്സിമം വാല്യൂ ആയിട്ട് ഞാനിവിടെ 2π കൊടുക്കുന്നു. 2π ദാറ്റ് മീൻസ് 6.282 കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്നു. അതിന് ബ്രാക്കറ്റ് ഇട്ട് 0,1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് y ആക്സിസിൽ 1 ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ലൈൻ ടൂളിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ടൂളായ ലൈൻ വിത്ത് ഗിവൺ ലെങ്ത് എന്ന ടൂള് സെലക്ട് ചെയ്യുക. എയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈനിന്റെ ലെങ്ത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡറിന്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി മൂവ് ടൂൾ സെലക്ട് ചെയ്ത് സ്ലൈഡർ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ AB എന്ന ലൈന് ചേഞ്ച് ആവുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് സർക്കിൾ ടൂൾ എടുത്ത് രണ്ടാമത്തെ ടൂളായ സർക്കിൾ സെന്റർ ആൻഡ് റേഡിയസ് ടൂൾ സെലക്ട് ചെയ്ത് BE സെന്റർ ആയിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കുന്നു. റേഡിയസ് 1 എന്ന് കൊടുക്കുന്നു. 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സ്ലൈഡ് മൂവ് ചെയ്യിക്കുമ്പോൾ സർക്കിളിന്റെ സ്ഥാനം മാറുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ടൂൾ എടുത്തിട്ട് ഒറിജിൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇന്റർസെക്ഷൻ ടൂൾ എടുത്തിട്ട് ആദ്യം സർക്കിൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ X ആക്സിസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ കിട്ടിയ C എന്ന പോയിന്റും D എന്ന പോയിന്റും ജോയിൻ ചെയ്യുക. ലൈൻ ടൂൾ എടുത്തിട്ട് C മുതൽ D വരെ മൂവ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം പകുതിയോളം വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. താഴെ കാണുന്ന D എന്ന പോയിന്റിൽ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കണം. അതാണ് ഈ ആപ്ലെറ്റിന്റെ മെയിൻ ഭാഗം. നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഇൻപുട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ D എന്ന പോയിന്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ROTATE. ശേഷം ബ്രാക്കറ്റ് ഇടുക. D എന്ന പോയിന്റ് ആണല്ലോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ അവിടെ ക്യാപിറ്റൽ D എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് കോമ ഇടുക. നമുക്ക് A എന്ന സ്ലൈഡർ മൂവ് ചെയ്യിക്കുമ്പോൾ D എന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ Aക്ക് അനുസരിച്ചാണ് D റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ രണ്ടാമതായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുന്നു. A കോമ ഇടുന്നു. ഇനി ഏത് പോയിന്റ് ആധാരമാക്കിയാണ് D റൊട്ടേറ്റ് ചെയ്യേണ്ടത്? D റൊട്ടേറ്റ് ചെയ്യേണ്ടത് സർക്കിൾ സെന്ററായ B ആധാരമാക്കിയാണ്. അതുകൊണ്ട് നമുക്ക് B എന്ന പോയിന്റ് അവിടെ ടൈപ്പ് ചെയ്യാം. എൻ്റർ അടിക്കാം. ഇപ്പോൾ നോക്കൂ, മുകളിൽ D' എന്നൊരു പോയിന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി സ്ലൈഡർ മൂവ് ചെയ്യിക്കുമ്പോൾ നോക്കൂ, ആ ഒരു പോയിന്റ് ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്തത്. നോക്കൂ, D ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്കത് ക്ലോക്ക് വൈസിലാക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ D' എന്ന പോയിന്റ് ഇൻപുട്ട് ബോക്സിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത എന്റെ മുമ്പിൽ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ D' റൊട്ടേഷൻ നേരെ ആന്റി ക്ലോക്ക് വൈസ് മാറി ക്ലോക്ക് വൈസിലാകും. എൻ്റർ അമർത്തുക. ഇനി നമുക്ക് സ്ലൈഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നോക്കൂ, D എന്ന പോയിന്റ് ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ ഈ ആപ്പ് തയ്യാറായി കഴിഞ്ഞു. അത് ഇത്രയേ ഉള്ളൂ. D എന്ന പോയിന്റും B എന്ന സെന്ററും
ഡി ഡാഷ് എന്ന പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആർക്ക് ഉണ്ടാക്കാം. അതിന് സർക്കിൾ ടൂളിലെ സർക്കുലർ ആർക്ക് എന്ന ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം സെന്റർ ക്ലിക്ക് ചെയ്യുക. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആദ്യം ഡി ക്ലിക്ക് ചെയ്യാം, പിന്നെ ഡി ഡാഷ്. മൂവ് ടൂൾ എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഡി എന്ന ആർക്ക് സെലക്ട് ചെയ്യും. അതിന്റെ കളർ മാറ്റിയേക്കാം. നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ താഴെ സി മുതൽ ഡി വരെയുള്ള ലൈൻ സെലക്ട് ചെയ്യുക. അവിടെയും ഒരേ കളർ കൊടുക്കുക, റെഡിന് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആപ്ലെറ്റ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കൂ, ചുവന്ന സർക്കിള് നീണ്ട വരയായിട്ട് മാറുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്ക് അതിന് ഇവിടെ കാണുന്ന ഹൈഡ് ടൂൾ ഉപയോഗിക്കാം. ഷോ ഹൈഡ് ഒബ്ജക്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എ എന്ന പോയിന്റ് ഹൈഡ് ചെയ്യുന്നു, ബി ഹൈഡ് ചെയ്യുന്നു, ഡി ഡാഷ് ഹൈഡ് ചെയ്യുന്നു, ഡി ഹൈഡ് ചെയ്യുന്നു, പിന്നെ എ ബി എന്ന ലൈൻ ഹൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊന്ന് ഉപയോഗിച്ച് വെക്കാം. ആക്സസിന്റെ ആക്സ് നമുക്ക് ഹൈഡ് ചെയ്യാം, ഗ്രിഡ് ഹൈഡ് ചെയ്യാം. ഇനിയും ചില പോയിന്റുകൾ ഉണ്ട്. ഡി ഡാഷ് നമുക്കിവിടെ ഈ ആർക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹിഡൻ എന്ന് കൊടുക്കാം. അതുപോലെ ജി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഹിഡൻ എന്ന് കൊടുക്കാം. ഇനി സി എന്ന ഈ സർക്കിളിന്റെ ആവശ്യം നമുക്കില്ല. വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഷോ ഒബ്ജക്റ്റ് അൺചെക്ക് ചെയ്യാം. സി എന്ന പോയിന്റ് തൽക്കാലം ഞാനിവിടെ ചെറുതാക്കി വെക്കും. ഇനി നമുക്കത് ഉപയോഗിച്ച് നോക്കാം. സി എന്ന പേര് നമുക്ക് തൽക്കാലം മാറ്റിയേക്കാം, ലേബൽ മാറ്റിയേക്കാം, ഇടനാക്കാം ലേബൽ. നോക്കൂ, ഇപ്പോ നമുക്കൊരു സർക്കിളിനെ നിവർത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ രസകരമായിട്ട് കുട്ടികൾക്ക് സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.